ഇപ്പോഴും നീറ്റ് എക്സാമിനെക്കുറിച്ചും അതിൻ്റെ പേരിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയെപ്പറ്റിയും അതിനുശേഷം വന്ന കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ചും സോനം വാക്ചൂക്കാരാണെന്നും എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അവെയർ അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മുൻപിലുണ്ട്. കാരണം ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇതിനെക്കുറിച്ച് അവെയറായിട്ട് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മുൻപിൽ ഇപ്പോഴും. അപ്പം അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. എന്താണ് നീറ്റ്? നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ഒരു ദേശീയ പ്രവേശന പരീക്ഷയാണിത്. അതായത് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു എക്സാം. ഈ എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടും പ്രകാരമാണ് ആൾക്കാർക്ക് ഡോക്ടർ ആവാൻ മെഡിസിന് അഡ്മിഷൻ കിട്ടുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പം ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പരിമിതമായ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നത്. പല കുടുംബങ്ങളും മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടി പല ത്യാഗങ്ങളും സഹിച്ച് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ പലപ്പോഴും 2 മുതൽ 5 വർഷം വരെ ഇതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി പൈസ ചെലവഴിച്ച് ഇതിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി പോയിട്ട് 10-15 മണിക്കൂർ ഒരു ദിവസം പഠിച്ചിട്ടാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കോച്ചിങ്ങിന് വേണ്ടി തന്നെ കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. കാരണം ഇത് വളരെ പരിമിതമായ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ വലിയ പാടാണ്. അപ്പം വളരെ വളരെ ചെറിയ മൈന്യൂട്ട് മാർക്കിലൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ റാങ്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തന്നെ വളരെ കഠിനമാണ്. ഈ പാരൻസിനും കുട്ടികൾക്കും ഒക്കെ പല രീതിയിലും പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് പല രീതിയിൽ കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് പാവപ്പെട്ട ആൾക്കാർ പണം കൂട്ടി വെച്ച് മക്കളെ പഠിപ്പിച്ച് ഈ എക്സാമിന് വേണ്ടി അയക്കുന്ന ആ ഒരു എക്സാമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. പല വിദ്യാർത്ഥികൾക്കും ഇതൊരു പരീക്ഷ മാത്രമല്ല, അവരുടെ ഭാവിയാണ്, ഒരു കുടുംബത്തിന് മൊത്തം പ്രതീക്ഷയും ഭാരവും ഒക്കെയാണ്. അപ്പം അടുത്തത് നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നത്. 2026 മെയ് 3 നടന്ന പരീക്ഷയിൽ വലിയ തോതിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായതായി ആരോപണമുയർന്നു. പരീക്ഷയ്ക്ക് മുന്നേ തന്നെ കോച്ചിംഗ് സെന്ററുകൾ വഴിയും അല്ലാതെയും ചോദ്യപേപ്പർ പലർക്കും ലഭിച്ചു. പ്രിന്റിംഗിൽ പ്രസ്സിൽ നിന്നുണ്ടായ ചോർച്ചയാണെന്നാണ് ആദ്യം നമുക്ക് എല്ലാവർക്കും തോന്നിയത്. അങ്ങനത്തെ ഒരു അനുമാനമായിരുന്നു ആദ്യം. അപ്പം ഇത്രയും ഹാർഡായിട്ടുള്ളൊരു എക്സാം പലരും നിർത്തി പകുതിക്ക് വെച്ച് പോകുന്നൊരു എക്സാം, ഇത്രയും കഷ്ടപ്പെട്ടത് പഠിച്ച എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഈ പരീക്ഷ പേപ്പർ ചോർന്നു. പല കുട്ടികൾക്കും അത് കിട്ടി. അപ്പം ഈ എക്സാം എഴുതിയ ആ കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പറയുവാണ് ഇവരുടെ ഒരു പങ്കും ഇല്ലാതെ ഈ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ചോർത്തിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഒരു റീടെസ്റ്റ് അടുത്ത ജൂൺ 21 2026 നടത്തണമെന്ന്. അപ്പോൾ അത് അറിയുമ്പോൾ ഉള്ള ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇനിയും ഈ പേപ്പർ എങ്ങനെയാണ് ചോർന്നത്, അല്ലെങ്കിൽ ആരുടെയൊക്കെ കയ്യിലെത്തി, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിക്കാം. 22 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് എക്സാമിന്റെ പേപ്പർ എങ്ങനെ ലീക്ക് ആയെന്ന് കുറേ പേർക്ക് ഇതുവരെ അറിയില്ല. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ജയ്പൂരിലുള്ള 2 പേര് ഈ പേപ്പർ ലീക്ക് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലെ ഒരു പ്രസ്സിലേക്ക് ഇവർ അയച്ചു കൊടുത്തു. ഈ സെയിം പ്രസ്സിലുള്ള ഒരാൾ ആരും അറിയാണ്ട് സീക്രട്ട് ആയിട്ട് ഈ പേപ്പർ ജയ്പൂരിലുള്ള 2 പേർക്ക് അയച്ചു കൊടുത്തു. ജയ്പൂരിൽ ഈ പേപ്പർ പോകുന്നത് ഹരിയാനയിലുള്ള ഇതിന്റെ ഒക്കെ മിഡിൽ മാൻ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ കയ്യിലാണ്. ഡോക്ടർ അവിടെ നിന്ന് രാജസ്ഥാനിലെ ഒരു കൺസൾട്ടേഷൻ കമ്പനിക്ക് പൈസക്ക് ഈ പേപ്പർ കൈമാറി. പിന്നെ ഈ പേപ്പർ പോകുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിക്കാണ്. 30,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ പൈസ കൊടുത്തിട്ട് സ്റ്റുഡൻസ് ഇത് വാങ്ങാൻ തയ്യാറായിരുന്നു. നാഗ്പൂരിലുള്ള ഒരു പയ്യൻ 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ പേപ്പർ അവർ മേടിക്കുന്നത്. ആൻഡ് ഇത് കേരളത്തിലും എത്തി. ആൻഡ് ഇതൊക്കെ സംഭവിക്കുന്നത് എക്സാമിന്റെ തലേദിവസം, അതായത് മെയ് 2 ആൻഡ് എക്സാം കഴിഞ്ഞിട്ട് ഈ വൈറലായ പേപ്പറും ഒറിജിനൽ പേപ്പറും കൂടെ കമ്പയർ ചെയ്തിട്ട് ഈ കോച്ചിങ് ടീച്ചറാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണെന്ന് മാത്രമല്ല 90ഓളം ബയോളജി ക്വസ്റ്റ്യൻസും 45ഓളം കെമിസ്ട്രി ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി കംപ്ലീറ്റ്ലി സെയിം ആയിരുന്നു. ആൻഡ് കുറേ പേര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് അവർ പുറത്താക്കിയത്. പിന്നെ അവർ NTA മെയിൽ അയച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാവും പകലും കഷ്ടപ്പാടിച്ച് 24 മണിക്കൂറും പഠിച്ച 22 ലക്ഷം സ്റ്റുഡൻസിന്റെ കഷ്ടപ്പാടാണ് വെള്ളത്തിൽ വെച്ചവരായത്. ഇതിന്റെ ഏറ്റവും സ്കെയറിയസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടിച്ച് പഠിക്കണവർ ഫെയിൽ ആവുകയും ചെയ്യും. ഇതുപോലെ ടൈപ്പ് കാണിക്കണവർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവും. ഈ എക്സാം പേപ്പർ ചോർന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ, മാതാപിതാക്കൾ അത് മേടിച്ച് പലരും അത് മേടിച്ച് അതിലൂടെ പാസ്സായവരുണ്ട്. അപ്പം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം ഒരു സുപ്രഭാതത്തിൽ ഇനി റീടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് പൈസ ചെലവാക്കി ഇത്രയും സ്ട്രെസ് അനുഭവിച്ചപ്പം ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഇനി ഒന്നുകൂടി റീടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം ചില്ലറയൊന്നുമല്ല. ആ ഒരു സ്ട്രെസ്സിന്റെ ബേസിൽ കുറേ കുട്ടികൾ മരിച്ചു. അപ്പം ആ ഒരു മരണം കൂടി ആയ സമയത്ത് പല ആൾക്കാരും മെയിൻലി CJP പാർട്ടി, ഇപ്പം പുതിയൊരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി, ആ ഒരു പാർട്ടിയിലുള്ള കുറേ ആൾക്കാർ ഒരു സംഘടന രൂപീകരിച്ചിട്ട് അവർ ഇതിനു വേണ്ടി എതിർക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഡൽഹിയിൽ ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ വന്നു കൂടിയിട്ട് ഇവരൊരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനു മുൻപേ ഈ CJP പാർട്ടി എന്താണെന്നും അതെങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും നമുക്കൊന്നറിയാം. സുപ്രീം കോടതിയിലെ ഒരു പരാമർശത്തിൽ തൊഴിലില്ലാത്ത യുവാക്കളെ ഒരു ചീഫ് ജസ്റ്റിസ് കോക്രോച്ചസ് അല്ലെങ്കിൽ പാറ്റകളെന്ന് വിശേഷിപ്പിച്ചു. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം വളരെ വ്യാപകമായിട്ട് ഇത് പ്രചരിക്കുകയും അതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ പ്രതിഷേധം ഉയരുകയും ചെയ്തു. ഇത് കാണാനിടയായ അഭിജിത്ത് ദീപ് കെ എന്ന US പഠനം കഴിഞ്ഞ് നിൽക്കുന്ന യുവാവ് പാറ്റകൾ ഒന്നിച്ചു ചേർന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു എന്നൊരു തോട്ട് അയാളുടെ മനസ്സിൽ വന്നിട്ട് അയാൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനൊരു പേജ് തുടങ്ങി, CJP കോക്രോച്ച് ജനതാ പാർട്ടി. തുടക്കത്തിൽ ഇതൊരു ആക്ഷേപവും അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപത്തിലാണ് സർക്കാസ്റ്റിക്കലി യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയോടെ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു. ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾ, തൊഴിലില്ലാത്തവരും അല്ലാത്തവരും ജെൻസികളും എല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് പല കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ശബ്ദമുയർത്താൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു. സോഷ്യൽ മീഡിയയിൽ വഴി യുവാക്കളെല്ലാം സംഘടിച്ച് പുതിയ വെബ്സൈറ്റും മാനിഫെസ്റ്റോയും എല്ലാം ഇതിന്റെ പിറകിലുണ്ടാവുന്നു.
ഈ ഒരു കാലയളവിൽ ഏകദേശം 20ഓളം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ പേപ്പറിന്റെ ഭാഗമായിട്ട് ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്തായിരുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഓരോ മീറ്റിംഗുകളിലൂടെയും അല്ലെങ്കിൽ ഓരോ പ്രതിഷേധങ്ങളിലൂടെയും ഇവർ ഉന്നയിച്ചു. ജൂൺ 6-ാം തീയതി അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലെത്തുന്നു. ജന്തർ മന്ദറിൽ വെച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യത്തെ നേരിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ സമാധാനപരമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മീഡിയ ഇവർക്കെതിരെ ഗൂഢാലോചന പല രീതിയിൽ നടത്തി. ഈ ഒരു പാർട്ടിയിൽ ഇവരിങ്ങനെ നടത്തിയത് BJP എന്ന പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ മീഡിയാസ് അതിനെ വളച്ചൊടിച്ചു, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് അതിനെ വളച്ചൊടിച്ചു. പക്ഷേ ശരിക്കും അതായിരുന്നില്ല സംഭവം. നീറ്റ് എക്സാമിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ചോദ്യപേപ്പറിന്റെ ലീക്കിങ്ങിനുമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത്. പക്ഷേ എല്ലാവരും കൂടെ അതിനെ വളച്ചൊടിച്ച് വേറെ ഏതോ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് ആരോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് മാറ്റി. അതിനുശേഷമാണ് നമ്മുടെ സോനം വാങ്ചുക് എന്ന നായകൻ ഇതിലേക്ക് കടന്നു വരുന്നത്. ഇനി നമ്മൾ ആരാണ് ഈ സോനം വാങ്ചുക് എന്ന് അറിയണം. സോനം വാങ്ചുക് എന്ന് പറയുന്ന ആൾ ലഡാക്കിലെ വിദ്യാഭ്യാസ രീതികൾ കാതലായ മാറ്റം കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവാണ്. അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിരാഹാര സത്യാഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാളാണ്. ഈ ചോദ്യപേപ്പർ ലീക്കിങ്ങിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ടും ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിപുലമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടും അദ്ദേഹം വിദ്യാർത്ഥികളോടൊപ്പം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. അതായത് ഫുഡ് കഴിക്കാതെ ഹങ്കർ സ്ട്രൈക്ക് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ ലളിതമായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത വിദ്യാർത്ഥികൾ സിസ്റ്റത്തിന്റെ പരാജയം കാരണം ദുരിതം അനുഭവിക്കാൻ പാടില്ല. സ്ഥിതിഗതികളൊക്കെ വഷളായി. സോനം വാങ്ചുക്കിന്റെ നിരാഹാരം ഈ ഒരു പ്രശ്നത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ മീഡിയക്കാരൊക്കെ അവഗണിച്ചു. അത് അത്ര പോപ്പുലാരിറ്റി കൊടുക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ പൊതുജന ശ്രദ്ധയിൽ നമ്മുടെ കുട്ടികൾ തന്നെ അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ജൂലൈ 18-ാം തീയതി 21 ദിവസത്തോളം നീണ്ട നിരാഹാരത്തിന് ശേഷം അധികൃതരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ ഗവൺമെന്റ് സോനം വാങ്ചുക്കിനെ സമരപ്പന്തലിൽ നിന്നും നാടകീയമായി അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി അവിടെ നിരാഹാര സത്യാഗ്രഹം നടത്തി. പുള്ളിക്ക് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വലിയ പ്രക്ഷോഭത്തിന് കാരണമാകും. ഗവൺമെന്റ് താഴെ ഇറങ്ങേണ്ടി വരും. അത്രമേൽ വലിയ പ്രക്ഷോഭം അവിടെ നടക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇവർ പുള്ളീനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്ത് ട്രിപ്പൊക്കെ കൊടുത്ത് പുള്ളീനെ ആരോഗ്യവാനാക്കി എടുത്തു. പക്ഷേ പുള്ളി ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തിനുടനീളം വലിയ രോക്ഷത്തിന് കാരണമാവുകയും ചെയ്തു. ജൂലൈ 20 വലിയ പ്രക്ഷോഭം നടത്തി. വിദ്യാർത്ഥികളെ തുണയ്ക്കാനും സർക്കാർ ഉത്തരവാദിത്തം ആവശ്യപ്പെടാനും സോനം വാങ്ചുക്കിനൊപ്പം നിൽക്കാനുമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജന്തർ മന്ദറിൽ തടിച്ചുകൂടി. ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, കൾച്ചർ, എവറിത്തിങ് ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചുകൂടി. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തി. നീതിയുക്തവും സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു സംവിധാനം വിദ്യാർത്ഥികൾ അർഹിക്കുന്നുണ്ടെന്ന് CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി വിശ്വസിക്കുന്നുവെന്നും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ വളരെ ലളിതമായ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തിരിച്ചു നേരിട്ടത് വളരെ കനത്ത രീതിയിലുള്ള അനീതിയാണ്. കനത്ത പോലീസ് ബാരിക്കേറ്റർ വെച്ച് തടയുക, കണ്ണീർ വാതകം, ടിയർ ഗ്യാസ് അടിക്കുക, ലാത്തി ചാർജ് നടക്കുക, പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുക, പെൺകുട്ടികളെ വരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ പല രീതിയിലും പോലീസുകാർ ഈ പ്രൊട്ടസ്റ്റിനിരുന്ന ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഡൽഹിയിൽ കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്ന ഒരു ജനകീയ മുന്നേറ്റത്തെ ചർച്ചകൾക്ക് പകരം ബലപ്രയോഗത്തിലൂടെയാണ് നേരിട്ടത്. സമര ദിവസം ഡൽഹിയിൽ പലയിടത്തും ഇന്റർനെറ്റ് ബാൻ ചെയ്തു. മെയിൻ സ്ട്രീം മീഡിയകൾ വാർത്തകൾ നൽകിയ രീതി അശ്ലീലമായിരുന്നു. ആ വാക്കുകൾ കുട്ടികളെ വളരെ മോശമാക്കുന്ന രീതിയിൽ വാർത്തകൾ ഉപയോഗിച്ചു. ജന്തർ മന്ദറിൽ എന്ത് നടക്കുന്നു എന്ന് പുറംലോകം അറിഞ്ഞു തുടങ്ങിയത് പതുക്കെയായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ മെനഞ്ഞു വന്ന കഥ മൊബൈൽ ദൃശ്യങ്ങൾ പൊളിച്ചെഴുതി. അതായത് ഇവർ പണ്ടത്തെ പോലെ അല്ല. ഇപ്പം ഈ ഒരു TV-യിൽ കാണിക്കുന്നത് പത്രത്തിൽ വായിക്കുന്നത് മാത്രമല്ല വാർത്ത. ഇപ്പം കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ട്, അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ വാർത്തകൾ ഓരോ ദിവസവും ഒപ്പി എടുത്ത് പോലീസുകാർ ചെയ്യുന്ന ക്രൂരതകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഫോണിൽ പകർത്തിയെടുത്തിട്ട് ലോകത്തെ അറിയിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ചർച്ചകൾക്ക് പകരം കണ്ണീർ വാതകവും ലാത്തി ചാർജും ഉപയോഗിച്ച് നേരിട്ടത്? എന്തുകൊണ്ടാണ് സമാധാനപരമായ ഒരു നിരാഹാര സമരം പോലീസ് ഇടപെട്ട് നാടകീയമായി നിർബന്ധപൂർവ്വം അവസാനിപ്പിച്ചത്? കുട്ടികളെ അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടപ്പോൾ അവരെ കേൾക്കുന്നതിന് പകരം അവരെ ഒരു ക്രിമിനലുകളെ പോലെയും അതേപോലെ തീവ്രവാദികളെ പോലെയും എന്തുകൊണ്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്? നെയിം പ്ലേറ്റുകൾ ഊരി വെച്ചിട്ടാണ് പോലീസുകാർ പലരും കുട്ടികളെ ആക്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ പലരും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ കൂലി പോലീസുകാരാണെന്ന് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ല, ഞങ്ങൾ പ്രൊഫഷണൽ പോലീസുകളാണെന്ന് തിരിച്ച് അങ്ങോട്ട് വാദിക്കുന്നതൊക്കെ വീഡിയോസ് ഒക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. കാക്കി കുപ്പായമില്ലാത്തവർ പോലും ലാത്തിയിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അടക്കം അടിയേൽക്കുന്നുണ്ട്. ചോരയൊലിപ്പിച്ച് പ്രതിഷേധക്കാർ നിലവിളിക്കുന്നു, കരയുന്നു. ഞങ്ങളെ സഹായിക്കേണ്ട, പോലീസുകാർ ഞങ്ങളെ ആക്രമിക്കുകയാണെന്ന് കണ്ണീരോടെ വിദ്യാർത്ഥികൾ പറയുന്നു. എന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതുവരെ മൗനം വെടിഞ്ഞിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഒരു വാക്ക് നേരിട്ട് സംസാരിക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഏതോ 2 വാക്കിട്ട് സംസാരിച്ച് മോദി പുള്ളിയുടെ പാട് നോക്കിപ്പോയി. ഇതിനെതിരെ ആരും മിണ്ടാതിരിക്കുമെന്ന് പുള്ളി വിചാരിക്കേണ്ട. ഇതിങ്ങനെ തന്നെ പോകണം എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഇതിനൊരു നീതി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ കുട്ടികൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഭാവി തന്നെയാണ് പോകുന്നത്. പലരും ഇത് രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട്. ഇത് CJP പാർട്ടി വേറെ ഏതോ ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ ഗവൺമെന്റിനെ തകർക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ വിഭജിക്കാൻ നോക്കുകയാണ്, ഇന്ത്യയെ തകർക്കാൻ നോക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
എന്നെ സംബന്ധിച്ചോളം ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് അല്ലേ. ഒരു മനുഷ്യന്റെ ഭാവിയെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് വേണ്ട അവർ നേടിയെടുക്കേണ്ട ആവശ്യമാണിത്. അതിനുവേണ്ടി ഗവൺമെന്റ് മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ രാഷ്ട്രീയം എനിക്കിട്ട് പറയാനും താല്പര്യമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമല്ല. ഇതിപ്പോൾ ഏത് പാർട്ടി നടത്തിയാലും, CJP പാർട്ടി നടത്തിയാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയാലും, കോൺഗ്രസ് പാർട്ടി നടത്തിയാലും, ഇത് കുട്ടികളുടെ ഭാവിയുടെ അവരുടെ വേദനയുടെ കാര്യമാണ്. ഇതൊരു രാഷ്ട്രീയത്തിന്റെ കാര്യമല്ല. അപ്പം ആ രീതിയിലെങ്കിലും ചിന്തിക്കുന്നവർ ഇപ്പോഴെങ്കിലും മാറി ചിന്തിക്കണം. ഇതാണ് റിയൽ ആയിട്ട് അവിടെ നടന്ന സംഭവം, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇത് കണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തന്നെ വേണം. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക തന്നെ വേണം. അത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാം.